ഡോൺ ബോസ്കോയുടെ രണ്ടാം ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം നിങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ലോകം എമ്പാടും വീരാരാധനയോടുകൂടി കാണുന്ന, ആദരവോടെ സ്മരിക്കുന്ന നാമധേയമാണ് ഡോൺ ബോസ്കോ. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴും അതിനുശേഷവും യുവാക്കളിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനം, വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം നൽകിയിട്ടുള്ള പ്രചോദനം, ഈ 200 കൊല്ലം കഴിയുന്ന അവസരത്തിലും ലോകത്തൊട്ടാകെ നിറഞ്ഞു നിൽക്കുകയാണ്. വളരെയേറെ പ്രതിസന്ധികളെയും പ്രതികൂല സാഹചര്യങ്ങളെയും നേരിട്ടുകൊണ്ട് ചെറുപ്പക്കാരെ അവരെ നേരായ വഴിയിലൂടെ നയിക്കാൻ വിദ്യാഭ്യാസം നൽകി സാങ്കേതിക അറിവ് കൊടുത്ത് അവരെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണ്. അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലുള്ള സ്ഥാപനങ്ങൾ ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുണ്ട്. ഡോൺ ബോസ്കോ സ്ഥാപനം എന്ന പേര് തന്നെ അത് വിദ്യാഭ്യാസ രംഗത്തെ ഒരു ട്രേഡ് മാർക്ക്, ഏറ്റവും നല്ല ക്വാളിറ്റിയുടെ, ഏറ്റവും നല്ല അച്ചടക്കത്തിൻ്റെ, ഏറ്റവും നല്ല ധാർമ്മിക മൂല്യങ്ങളുടെ ഒരു ട്രേഡ് മാർക്ക്, അങ്ങനെയുള്ളൊരു വിദ്യാഭ്യാസ സിസ്റ്റത്തിൻ്റെ ട്രേഡ് മാർക്കായിട്ടാണ് ലോകമെമ്പാടും കരുതുന്നത്. അത്രമാത്രം അച്ചടക്കവും ക്വാളിറ്റിയും അതുപോലെ ധാർമ്മിക തത്വങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസം ഒരു പുതിയ തലമുറയ്ക്ക് വ്യക്തമായ ലക്ഷ്യബോധം നൽകിക്കൊണ്ട് അവരെ സമൂഹത്തിനും സമുദായത്തിനും എല്ലാം യോഗ്യരാക്കി, കുടുംബം, സമുദായം, സമൂഹം മൂന്നിനും ഒരുപോലെ കൊള്ളാവുന്നവരാക്കി വളർത്തിക്കൊണ്ടുവരുന്ന വലിയ ഒരു ദൗത്യമാണ് ഡോൺ ബോസ്കോ സ്ഥാപനങ്ങൾ ലോകമെമ്പാടും ഇന്ന് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡോൺ ബോസ്കോ സ്ഥാപനങ്ങളുടെ ഒരു ഭാഗമായിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ ധാരാളം അവസരം കിട്ടിയിട്ടുണ്ട്. എൻ്റെ നാട്ടിൽ പുതുപ്പള്ളിയിൽ ഏറ്റവും നല്ല ഒരു സ്ഥാപനം, വിദ്യാഭ്യാസ സ്ഥാപനം, 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട്. അവിടുത്തെ വർഷങ്ങളായി പഴക്കമുള്ള പല സ്കൂളുകളും പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ടെങ്കിലും ഡോൺ ബോസ്കോ സ്കൂൾ വന്നതോടുകൂടി അതൊക്കെ വഴിമാറി ഡോൺ ബോസ്കോ സ്കൂളിനാണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അത് ഞാനീ പറഞ്ഞ 3 കാര്യങ്ങൾ കൊണ്ടാണ്. അത് അച്ചടക്കവും ക്വാളിറ്റിയും ധാർമ്മിക മൂല്യങ്ങളും, ഇത് 3ഉം കൂടി ഒരുപോലെ ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അങ്ങനെ ഡോൺ ബോസ്കോ സ്കൂളുകൾ, കോളേജുകൾ, വിവിധ സാങ്കേതിക സ്ഥാപനങ്ങളെല്ലാം ലോകത്തെമ്പാടും എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി മുമ്പോട്ട് വന്നിട്ടുണ്ട്. ആ സ്മരണ പുതുക്കുന്ന അവസരം, 2ാമത് ജന്മശതാബ്ദി ആഘോഷിക്കുന്ന അവസരം, ആ മഹാത്മാവിൻ്റെ, ആ പുണ്യ പുരുഷൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ തലകുനിക്കുന്നു.
ആ ഓർമ്മകൾ നമുക്ക് സമൂഹത്തിനാകെ പ്രചോദനവും ശക്തിയുമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.